അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് റോൾ ഓഫ് ലെക്സിക്കൽ അനാലിസിസ്. റോൾ ഓഫ് ലെക്സിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോഴത്തേന് നമുക്കറിയാം ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ലെക്സിക്കൽ അനലൈസറിൻ്റെ ഫേസ് എന്ന് പറയുന്നത് അവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇൻപുട്ട് ക്യാരക്ടേഴ്സിനെ നമ്മൾ ലെക്സീംസ് ആയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടോക്കൺസ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് സോഴ്സ് പ്രോഗ്രാം നമ്മൾ കൊടുക്കുന്നു, ലെക്സിക്കൽ അനലൈസറിന് കൊടുക്കുമ്പോഴത്തേനും അവർ സീക്വൻസ് ഓഫ് ടോക്കൺസ് ആയിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കൊടുക്കുന്നത്. ഈ ഒരു ലെക്സിക്കൽ അനലൈസർ എന്ന് പറയുന്നത് സിമ്പിൾ ടേബിളുമായിട്ടും ഇൻട്രാക്ട് ചെയ്യും. സോ ബേസിക്കലി ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്യുന്ന എന്താണ്, റോളാണ്. എന്താണ് ഒരു ലെക്സിക്കൽ അനാലിസിസിൽ നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആദ്യമേ നമ്മളൊരു ലെക്സീമിനെ ഡിസ്കവർ ചെയ്യും, വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ആൻ ഐഡൻറ്റിഫയർ. ലെക്സീം എന്തായിരുന്നു, നമ്മളുടെ ക്യാരക്ടേഴ്സ്. അതായത് ഇപ്പം ഞാൻ ഐ ആൻഡ് എഫ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഐയും എഫും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതെൻ്റെ ലെക്സീംസ് ആണ്, ഇത് ഒരു ഐഡൻറ്റിഫയറിനെ ആണ് ഡിനോട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ലെക്സീമിനെ ഞാൻ എൻ്റെ സിമ്പിൾ ടേബിളിലോട്ട് എൻ്റർ ചെയ്യുവാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം എന്താ, സിമ്പിൾ ടേബിളിലെ ഇൻഫർമേഷനെ നമുക്ക് റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ആട്രിബ്യൂട്ട്സ് ഉണ്ട് അല്ലേ. അപ്പം ആ ഓരോ സിമ്പിൾ ടേബിളിൻ്റെ ഇൻഫർമേഷൻ വെച്ചിട്ടായിരിക്കും ലെക്സിക്കൽ അനലൈസർ ടോക്കൺസിനെ ജനറേറ്റ് ചെയ്ത് അവരെ പാഴ്സറിലോട്ട് അയക്കുന്നത്. ഈ ഒരു അനാലിസിസ് നമുക്ക് ഈ ഒരു റോളിൻ്റെ അനാലിസിസ് നമുക്കിവിടെ ഇലിസ്ട്രേറ്റ് ചെയ്യാം. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ഇലിസ്ട്രേറ്റഡ് ഹിയർ. സോഴ്സ് പ്രോഗ്രാമിനെ നമ്മൾ കൊടുക്കുന്നു, ഇവിടെ ലെക്സിക്കൽ അനലൈസറിന് കൊടുക്കുന്നു. ഈ ലെക്സിക്കൽ അനലൈസറിന് നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമുക്കൊരു സിമ്പിൾ ടേബിൾ ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ ഓരോ ലെക്സീമിനെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴത്തേനും ഈ ലെക്സീം ഐഡൻറ്റിഫയർ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യുന്നത്, നമ്മൾ സിമ്പിൾ ടേബിളിൽ ഒരു സ്ലോട്ട് ചെയ്യുവാണ്. ഇപ്പോൾ 1 എൻ്റെ ഐഡൻറ്റിഫയർ, ഇപ്പം പൊസിഷൻ എന്ന് പറഞ്ഞ എൻ്റെ ഐഡൻറ്റിഫയർ എൻ്റെ സിമ്പിൾ ടേബിളിൽ വെക്കുന്നു. അതിൻ്റെ പൊസിഷൻ, അതിൻ്റെ ഇൻഡെക്സ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ആ ഒരു ഇൻഡെക്സും എല്ലാം കൂടെ ലെക്സിക്കൽ അനലൈസറിലോട്ട് റിട്രീവ് ചെയ്തിട്ട് അത് വെച്ച് നമ്മൾ ടോക്കൺ ജനറേറ്റ് ചെയ്യുന്നു, പാഴ്സറിന് കൊടുക്കുന്നു. പാഴ്സർ എന്താണ് ചെയ്യുന്നത്, പാഴ്സ് ട്രീ ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പാഴ്സ് ട്രീ ജനറേറ്റ് ചെയ്യാനായിട്ട് പാഴ്സറിന് സിമ്പിൾ ടേബിളിൻ്റെ ഹെൽപ്പ് വേണം. അത് വെച്ചിട്ട് പാഴ്സ് ട്രീ ജനറേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ടോക്കണിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മളുടെ തേർഡ് ഫേസിൽ പോവാണ്, ദാറ്റ് ഇസ് സിമാൻറ്റിക് അനാലിസിസ്. അപ്പോൾ ഇത്രയുമാണ് ഒരു ലെക്സിക്കൽ അനലൈസറും പാഴ്സറും തമ്മിൽ നടക്കുന്ന കാര്യങ്ങൾ. ലെക്സിക്കൽ അനലൈസറിൻ്റെ അടുത്ത ടാസ്ക് പല ടാസ്കുകളുണ്ട്. അതിൽ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് കമൻസിനെയും വൈറ്റ് സ്പേസസിനെയും അവർ സ്ട്രൈപ്പ് ഔട്ട് ചെയ്യും. എന്ന് വെച്ചാൽ അതിനെ റിമൂവ് ചെയ്യും. പിന്നെ എറർ മെസ്സേജസ് വരുന്നത് കമ്പൈലർ, അതായത് ഇപ്പം സോഴ്സ് പ്രോഗ്രാം കമ്പൈലറിലോട്ടാണല്ലോ പോകുന്നത്, അതിൻ്റെ എറർ മെസ്സേജസിനെ ഇൻഫോം ചെയ്യാനായിട്ട് ലെക്സിക്കൽ അനലൈസറിന് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ലൈൻ നമ്പേഴ്സ് ട്രാക്ക് ചെയ്യുന്നത് ലെക്സിക്കൽ അനലൈസറിൻ്റെ അടുത്ത ടാസ്ക്കാണ്. സോ ലൈൻ നമ്പർ ഇപ്പോൾ എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യുന്നത്, ഇപ്പോൾ എൻ്റെ സെക്കൻഡ് ലൈനിലാണ് എറർ എന്നുണ്ടെങ്കിൽ ലൈൻ നമ്പർ 2 എന്നും പറഞ്ഞ് നമ്മൾ യൂഷ്വലി സി കമ്പൈലർ, നമ്മളിപ്പം നെറ്റിൽ ഇപ്പം നമുക്കൊരു സി പ്രോഗ്രാം ഉണ്ട്, നമ്മളിപ്പം സി കമ്പൈലർ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും ഇന്ന ലൈൻ നമ്പറിൽ എറർ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് കാണിക്കും. അപ്പം അതെന്ന് പറയുന്നതും കമ്പൈലറിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫങ്ഷനാലിറ്റിയാണ്. അത് ചെയ്യുന്നത് ലെക്സിക്കൽ അനലൈസറാണ്. അതുപോലെ തന്നെ ഇപ്പം മാക്രോ പ്രീ പ്രോസസ്സറിൻ്റെ കേസിൽ ഇപ്പം സോഴ്സ് പ്രോഗ്രാം മാക്രോ പ്രീ പ്രോസസ്സർ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ചെയ്യുന്നത്, എക്സ്പാൻഷൻ ഓഫ് മാക്രോസും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതും ലെക്സിക്കൽ അനലൈസർ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എത്ര ടാസ്ക്കാണ് ലെക്സിക്കൽ അനലൈസർ ചെയ്യുമെന്ന് പറഞ്ഞത്, ഒന്ന് നമ്മളുടെ ക്യാരക്ടേഴ്സിനെ ടോക്കൺസ് ആക്കുന്നത് ലെക്സിക്കൽ അനലൈസറാണ്. അത് കഴിഞ്ഞ് പിന്നെ എന്താണ് സിമ്പിൾ ടേബിളിൽ എൻട്രി മാർക്കിംഗ് ചെയ്യുന്നത് ലെക്സിക്കൽ അനലൈസർ ആണ്. വൈറ്റ് സ്പേസസിനെ റിമൂവ് ചെയ്യുന്നത് ലെക്സിക്കൽ അനലൈസർ ആണ്. എറർ മെസ്സേജ് ജനറേറ്റ് ചെയ്യാൻ വിത്ത് റെസ്പെക്ട് ടു ദ ലൈൻ നമ്പേഴ്സ്. അതുപോലെ തന്നെ മാക്രോ പ്രീ പ്രോസസ്സറിൻ്റെ കേസിൽ മാക്രോസിൻ്റെ എക്സ്പാൻഷൻ ചെയ്യുന്നതും ലെക്സിക്കൽ അനലൈസറിൻ്റെ ഉത്തരവാദിത്വമാണ്. ഇനി നമ്മൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, എന്തുകൊണ്ടാണ് ലെക്സിക്കൽ അനലൈസറും പാഴ്സറും രണ്ട് സെക്ഷനിൽ കിടക്കുന്നത്, നമുക്കിത് എന്തുകൊണ്ട് ഒരുമിച്ച് ഒറ്റ യൂണിറ്റായിട്ട് നമുക്ക് കൊണ്ടുപോയി കൂടാ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിൽ കാണും. സോ ദ ഫസ്റ്റ് വൺ ഇസ് ദ സിംപ്ലിസിറ്റി ഓഫ് ദ ഡിസൈൻ. നമുക്ക് ലെക്സിക്കൽ അനലൈസറും പാഴ്സറും രണ്ട് സെക്ഷനിൽ വെക്കുമ്പോഴത്തേനും ദ ഡിസൈൻ ബിക്കംസ് മച്ച് മോർ സിമ്പിൾ അല്ലേ. അപ്പം നമുക്ക് ബെറ്റർ ആയിട്ട് ഫങ്ഷനാലിറ്റീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും. എഫിഷ്യൻസി ഈസ് ദ സെക്കൻഡ് വൺ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ടാസ്കുകൾ ലെക്സിക്കൽ ടാസ്ക്കായിട്ട് തന്നെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ലെക്സിക്കൽ അനലൈസറിൻ്റെ പ്രോപ്പർ ഫങ്ഷനാലിറ്റീസ് റിട്രീവ് ചെയ്യാൻ സാധിക്കും. പോർട്ടബിലിറ്റി, ഇപ്പം നമുക്ക് ലെക്സിക്കൽ അനലൈസറിൻ്റെ മാത്രം ഫങ്ഷനാലിറ്റീസ് ആണ് ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, ഈ ഒരു സെപ്പറേറ്റ് ലെക്സിക്കൽ അനലൈസർ എന്ന് പറഞ്ഞ യൂണിറ്റ് ഉള്ളതുകൊണ്ട്. ഇനി
ടോക്കൺസിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ് നമ്മൾ അടുത്ത് പറയാനുള്ളത്. സംടൈംസ് ടോക്കൺ നീഡ്സ് ടു ബി അസോസിയേറ്റഡ് വിത്ത് സെവറൽ പീസസ് ഓഫ് ഇൻഫർമേഷൻ. അപ്പം അതെന്ന് പറയുന്നത് നമ്മളിപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ അതിൻ്റെ ID എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു ഐഡൻറ്റിഫയർ എന്ന് പറയുമ്പോഴത്തേനും അതിൻ്റെ ടൈപ്പും അതിൻ്റെ സ്കോപ്പും അതിൻ്റെ ലൊക്കേഷനും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ടോക്കൺ ഇൻഡിവിജ്വൽ അല്ലാണ്ട് അതിൻ്റെ കൂട്ടത്തിൽ സെവറൽ പീസസ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ എങ്ങനെ പ്രോസസ്സ് ചെയ്യാം, അല്ലെങ്കിൽ അവരെ എങ്ങനെ പൊസിഷൻ ചെയ്യാമെന്ന് നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ എനിക്കൊരു ID1 ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ ഈ ഒരു ഐഡൻറ്റിഫയറിനെ ഞാൻ സിമ്പിൾ ടേബിളിൽ പോയി തപ്പുമ്പോഴത്തേനും എനിക്ക് കിട്ടുവാണ് 1 എനിക്ക് പൊസിഷൻ. ഓക്കെ, അതിൻ്റെ സ്കോപ്പ് ഇപ്പം PROC1, അതിൻ്റെ ടൈപ്പ് ഇൻറ്റീജർ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു നെയിം, സ്കോപ്പ്, ടൈപ്പ് ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും ഈ ഒരു ടോക്കൺ അല്ലെങ്കിൽ ഈ ഒരു ഐഡൻറ്റിഫയറിനെ എങ്ങനെയാണ് എനിക്ക് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന്. സോ ഈ ഒരു സംഭവത്തിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ ഇപ്പം പറഞ്ഞത്. ലെക്സിക്കൽ എറേഴ്സ്. വാട്ട് ഈസ് എ ലെക്സിക്കൽ എറർ? ഒരു ക്യാരക്ടർ സീക്വൻസിന് ഞാൻ സ്കാൻ ചെയ്യുമ്പോഴത്തേനും അതിനെ എനിക്കൊരു വാലിഡ് ടോക്കൺ ആയിട്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് ലെക്സിക്കൽ എറർ എന്നുള്ളൊരു കാറ്റഗറിയിൽ ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. സപ്പോസ് ഇപ്പം എനിക്ക് ഒരു ഇൻപുട്ട് എനിക്ക് വന്നു. ഫോർ എക്സാമ്പിൾ ഇൻറ്റ് A എന്ന് പറഞ്ഞ് എനിക്കൊരു ഇൻപുട്ട് വന്നു എന്ന് വിചാരിക്കുക. ഇപ്പം ഇങ്ങനെയാണ് ഇപ്പം എനിക്ക് വന്നു എന്നുണ്ടെങ്കിൽ അപ്പം E ആദ്യം ഞാൻ റീഡ് ചെയ്തു, I ആദ്യം റീഡ് ചെയ്തു, N ആദ്യം റീഡ് ചെയ്തു, T ആദ്യം റീഡ് ചെയ്തു, പിന്നെ എനിക്കൊരു ഗ്യാപ്പ് വന്നു. അപ്പം ഇത്രയും ഞാൻ വായിച്ചു കഴിയുമ്പോഴത്തേനും എൻ്റെ ലെക്സിക്കൽ അനലൈസറിന് മനസ്സിലാവുന്നില്ല EINTO അങ്ങനെ ഒരു കീവേഡേ ഇല്ല. അങ്ങനെ ഇപ്പം അത് കഴിഞ്ഞ ഉടനെ എനിക്കൊരു A ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഡിക്ലറേഷൻ ആണോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ലെക്സിക്കൽ അനലൈസറിന് വരും. എന്തുകൊണ്ടാണ്? എനിക്ക് ഈ ഒരു ഇൻപുട്ട് ഞാൻ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇൻപുട്ട് മൊത്തം ഞാൻ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടും എനിക്കിതിനെ ഒന്നിലോട്ട് മാച്ചപ്പ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതിനെ ഞാൻ ലെക്സിക്കൽ എറർ എന്ന് പറയുന്നത്. അതിൻ്റെ മോസ്റ്റ് സിമ്പിളായിട്ടുള്ള റിക്കവർ സ്ട്രാറ്റജി പാനിക് മോഡാണ്. പാനിക് മോഡ് എന്ന് പറയുമ്പോൾ എന്താണ്? അവർ ഈ ഒരു തന്നേക്കുന്ന ഇൻപുട്ട് സ്ട്രിങ്ങിൽ നിന്ന് ചില ക്യാരക്ടേഴ്സിനെ ഡിലീറ്റ് ചെയ്യും. ഇപ്പം ഞാൻ നേരത്തെ തന്ന എക്സാമ്പിൾ ഇവിടെ ഞാൻ എൻ്റെ ഈ ഫസ്റ്റ് ക്യാരക്ടർ ഞാൻ ഡിലീറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ റീഡ് ഇറ്റ് എസ് ഇൻറ്റ് A വിച്ച് ഇസ് എ വാലിഡ് വാലിഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്നല്ലെങ്കിൽ ഒരു വാലിഡ് എലമെൻ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, സോ നമ്മൾ അതിനെന്താണ് ചെയ്യുന്നത്? നമ്മളൊരു ക്യാരക്ടറിനെ ഡിലീറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. ആൻഡ് whatsoever is whatsoever is left അതിനെ വെച്ചിട്ടാണ് നമ്മൾ എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാക്കുന്നത്. വേറെ പല റിക്കവറി ടെക്നിക്സ് ഉണ്ട്. അതിലൊന്ന് ഡിലീറ്റിംഗ് 1 character ഫ്രം ദ റിമൈനിങ് ഇൻപുട്ട്, ഇൻസേർട്ട് എ മിസ്സിംഗ് ക്യാരക്ടർ ടു ദ റിമൈനിങ് ഇൻപുട്ട്, റീപ്ലേസിങ് എ ക്യാരക്ടറും ട്രാൻസ്പോസിങ് അഡ്ജസൻറ്റ് ക്യാരക്ടേഴ്സും. അപ്പം ഇത്രയും റിക്കവറി ടെക്നിക്സ് കഴിഞ്ഞിട്ടും നമുക്ക് ആ ഒരു സ്ട്രിങ് കൊണ്ട് ഒരു രീതിക്കും നമുക്ക് ഒരു സെൻസ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ദെൻ ദാറ്റ് ഇസ് സംതിങ് റോങ് വിത്ത് ദി ഇൻപുട്ട്. നമ്മൾക്ക് തന്നേക്കുന്ന ഇൻപുട്ട് വെച്ചിട്ട് ഇഷ്യൂ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. സോ നമ്മൾ സ്മോളസ്റ്റ് നമ്പർ ഓഫ് ട്രാൻസ്ഫോർമേഷനാണ് ഇവിടെ എയിം ചെയ്യുന്നത്. അപ്പോൾ സ്മോളസ്റ്റ് നമ്പർ ഓഫ് ട്രാൻസ്ഫോർമേഷൻ കൊണ്ട് അവരെ വാലിഡ് ലെക്സിംസ് ആക്കാനായിട്ട് സാധിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഫൈനാൻഷ്യലിയും ബെനിഫിഷ്യലാണ്. കാരണം വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് കിട്ടുന്ന ഒരു പ്രോഗ്രാമിനെ നമ്മൾ വീണ്ടും അതിനെ ചെറുതാക്കി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്പും പ്രോസസ്സിങ് ആണ് അല്ലെ, ഓരോ സ്റ്റെപ്സ് നമ്മൾ കൗണ്ടിങ് ചെയ്യും. അപ്പോൾ അതെല്ലാം ഒരു ഫൈനാൻഷ്യൽ ഒരു എക്സ്പെൻസ് അല്ലെങ്കിൽ ഒരു കോസ്റ്റ് എന്നുള്ള രീതിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ലോസ് ആയിരിക്കും വരുന്നത്.